അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. സംസ്കാരം വൈകിട്ടോടെ വീട്ടുവളപ്പിൽ നടക്കും. അപകടം നടന്ന് 11ാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? 11ാം ദിവസമാണ് ഈ മൃതദേഹം ഇന്നിപ്പോൾ തിരിച്ചറിഞ്ഞത്. രഞ്ജിതയുടെ അമ്മയുടെ രക്തസാമ്പിൾ വഴിയാണ് ഈ മൃതദേഹം ഇന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ നമുക്ക് ബന്ധുക്കൾ നൽകുന്ന വിവരമനുസരിച്ച് ഈ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം നാളെ രാവിലെ 6:50 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. പിന്നീട് അവിടെ നിന്നും നേരെ പുല്ലാടുള്ള ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ 10 മണിയോടെ പൊതുദർശനവും പിന്നീട് വീട്ടിലെത്തിച്ച് വീട്ടിലും പൊതുദർശനം വെച്ച ശേഷം വൈകിട്ടോടെ ഉച്ചയ്ക്ക് ശേഷം പുല്ലാടുള്ള വീട്ടുകൾക്ക് തന്നെ സംസ്കാരം എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയിക്കുന്ന ഒരു വിവരം. എന്തായാലും ഈ വിമാനാപകടത്തിൽ മരിച്ച ഏക മലയാളിയാണ് UK-യിലെ നേഴ്സായിരുന്ന രഞ്ജിത. ഈ രഞ്ജിതയുടെ സഹോദരനും അമ്മാവനും കഴിഞ്ഞ 11 ദിവസമായി അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നു. ആദ്യം സഹോദരന്റെ രക്തസാമ്പിൾ നൽകിയതിനും പിന്നീട് അമ്മയുടെ രക്തസാമ്പിൾ നൽകിയ ശേഷമാണ് പിന്നീട് മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞെന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രഞ്ജിതയുടെ മൃതദേഹം 11ാം ദിവസം തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ നടപടിയെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഹമ്മദാബാദിൽ നിന്നും ദില്ലിയിൽ ട്രിവാൻഡ്രം ആ രീതിക്കാണ് ഇപ്പോൾ ഫ്ലൈറ്റ് കളക്ടർ ഫ്ലൈറ്റാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് പ്രകാരം നാളെ രാവിലെ 6:50 എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം നാളെ തന്നെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും. ഈ രഞ്ജിത പഠിച്ച സ്കൂൾ, അതുപോലെ രഞ്ജിതയുടെ മൂത്ത മകൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാണ് പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ എന്നത്. ആ ഹൈസ്കൂളിൽ 1 മണിക്കൂറും പൊതുദർശനം വയ്ക്കും. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരിക. എന്തായാലും അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇതുവരെ 151 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. 174 പേർ മരിച്ചെന്ന് ഗുജറാത്ത് സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ 153 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. എന്തായാലും DNA പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷമി.